വെൽക്കം ടു എ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ്. ഒത്തിരി നാളൊന്നും കളിക്കുന്നത് കൊണ്ട് എനിക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പിന്നൊന്നും അറിയില്ല. അതുമാത്രമല്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് ഗൈസ്. സ്വയം ചാവാൻ പോവാം. എന്താ വെച്ചാൽ കുറച്ച് പണിക്കാർ വന്നിട്ട് എൻ്റെ ഒരു പ്ലാൻ കൊണ്ട് ഞാൻ വീടുണ്ടാക്കിയായിരുന്നു. അതുകൊണ്ട് അവന്മാർ വന്നിട്ട് തന്നെ പണി ഞാൻ ഓൾറെഡി ആ പാൻ കൊണ്ട് വീട് വെച്ചല്ലോ. അപ്പോൾ അപ്പം എൻ്റെ കൂട്ടുകാർ വന്ന് എന്നോട് പറഞ്ഞ് എന്ത് പറഞ്ഞ് ഞാൻ പെയിൻ്റ് അടിച്ചു തരാമെന്ന്. ബ്ലൂ കളറാണ് ഈ കളർ എന്നിട്ട് അവന്മാരെ അടിച്ചു. പകുതി എത്തിയപ്പോഴത്തേക്കും അവന്മാർ ഞാൻ അവിടെ നിന്ന് ഒരു സാധനം എടുക്കുന്നു എൻ്റെ ചെസ്റ്റ് നിന്ന്. അന്നേരം ഇവന്മാർ ആ തക്കം നോക്കി ഓടി. ഇവിടെ എൻ്റെ ഈ കളർ കോൺക്രീറ്റ് ലൈറ്റ് ബ്ലൂ കളർ കോൺക്രീറ്റ് ഇവിടെ ഇട്ടിട്ട് അവന്മാരോടി. എന്താ ചെയ്യുക? അവന്മാരോടി. പിന്നെ ഞാൻ അവന്മാരെ പിടിക്കാൻ കിട്ടുന്നില്ല. അവന്മാരേതോ വെള്ളത്തിൻ്റെ അടിയിലായിട്ട് മുങ്ങി. പിന്നെ മായി എന്ന് വിചാരിച്ച്. പക്ഷെ ആ വീട് കാണാൻ ഇത്തിരി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ലുക്കില്ലാന്ന് പറയുന്നില്ല. ഈ ഒരു കുണമില്ലാത്ത വീട് കഴിച്ച് റൂഫെല്ലാം പണിതരാ അങ്ങനെ എങ്ങനെയാ പറഞ്ഞിട്ട് പോയതാ. ഒരു കുണമില്ലാത്ത വീട് അടിച്ചിട്ട് പോയിനി ഗൈസ്. പെയിൻറ്റ് ബാധിക്ക് വെച്ച് അടിച്ചിട്ട് പോയി. എന്ത് കഷ്ടമാണ് ഗൈസ്. ഇനി ഈ ഫുൾ റൂഫ് ഞാൻ തന്നെ വെക്കണ്ടേ? ഞാൻ പാവല്ലേ? അവന്മാർക്ക് എന്താ വെച്ചെന്നാൽ എന്നൊക്കെ സുഖമില്ലല്ലോ. ഇതെന്ത് പരിപാടി? ഇങ്ങനെ വച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് പോവാ ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ടൈമേ വീഡിയോ ഇടുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലെല്ലാം ഞാൻ എന്തായാലും ഇടും. അത് ഉറപ്പാണ്. ഞാൻ എന്തായാലും ഇതിന് സെക്കൻഡ് പാർട്ട് ഇടും. അപ്പം ഞാൻ ഇത് പറയാണ്ട് തന്നെ ഈ ക്യാമറ ഓഫാക്കും ഗൈസ്. അല്ലെങ്കിൽ ഫുൾ ഇടും, അല്ലെങ്കിൽ പറയാതെ തന്നെ ഞാൻ ഓഫാക്കും. എന്താ അറിയില്ല, പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കായി ഓഫാക്കും. അത് ഫോണിൻ്റെ പോയപ്പോൾ പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കായി ഓഫും. അതുകൊണ്ട് പറയുന്നതാണ് ഞാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റിൽ പറയും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന്. അതായത് തന്നെ അതിൻ്റെ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. ഞാൻ ഒരിക്കലും ക്രിയേറ്റീവ് ആവില്ല. ഉറപ്പ്. ഈ ബ്ലൂ ബ്ലോക്കൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾ ചോദിക്കരുത് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഗൈസ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നമുക്കെന്തായാലും പണിയാ ഗൈസ്. ഒരു പ്രശ്നവുമില്ല. നമുക്ക് അതൊക്കെ പണിത് പോയാൽ പോരെ. നോ സീൻ ആൻഡ് നോ പ്രോബ്ലം ഗൈസ്. അയ്യോ മണ്ട, ഇതെന്തൊക്കെ ഇഷ്ടടി ഗൈസ്. നമുക്കിപ്പം ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പോരാലോ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യണമല്ലോ. ഞാൻ കാര്യം കാണിച്ചുതരാം. അതാണ് എൻ്റെ പുതിയ ടെക്നിക്ക് ഗൈസ്. ഒരു കുണമില്ലാത്ത വീട് പോലെയാണല്ലോ എൻ്റെ വീട് കാര്യങ്ങൾ. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഇവിടെ ഫുൾ ഫില്ലഡ് ആയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫുൾ ഫില്ലഡ് ആയ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഗൈസ്. ഞാൻ ആത്മഹത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് ഗൈസ്. ഈ സാധനം വേണ്ട വിചാരിച്ചു. പിന്നെയും പണിതല്ലേ നമുക്ക് ജീവൻ കിട്ടുമെന്ന് ഒരു വാർത്ത ആലോചിച്ചു പോയി. അതുമാത്രമല്ല, നമുക്ക് ഇങ്ങനെ അങ്ങ് വീട് സെറ്റ് ചെയ്താൽ മതിയോ? നമുക്ക് ഇതിൻ്റെയും കുറച്ച് ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും ഇല്ലേ ഈ വീട് ഹൈ ലെവൽ ഹൗസ് ആക്കുന്നതായിരിക്കും. അതും ബെഡ് റോക്ക് വെച്ച് ഗൈസ്. ബെഡ് റോക്ക് അത് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ സാധാ സാധനം ഉണ്ടാക്കും. അപ്പം ഇനി എന്താ വേണ്ടേ? നമുക്ക് ഈ സാധനങ്ങൾ വേണം ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ദിവസം ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ ഇട്ട വീഡിയോ അല്ലല്ലോ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ നേരത്തെ കളിക്കുമ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു. അതങ്ങനെ ഇങ്ങനെയായി. ഞാൻ സെറ്റിങ്സ് പോയിട്ട് ആക്കിയത്. നമ്മൾ എൻഡ് പോർട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ കുറച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് സൗണ്ട് കൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെനിക്കൊരു ഡൗട്ട് ഗൈസ്. നിങ്ങൾക്ക് സൗണ്ട് കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ സൗണ്ട് കൂട്ടിത്തരാം ഗൈസ്. കുറച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനും എടുക്കണ്ടേ? ഫെൻസ് ഇതിൻ്റെ പേരെന്താണ്?
ഓക്ക് ഫാൻസ് മതി. ഓക്ക് ഫാൻസിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. ഇപ്പം നമുക്ക് ഈ ഓക്ക് ഫാൻസ് എടുക്കാം. നമുക്കൊരു കാര്യം കൂടി വേണം ഗൈസ്. അതില്ലെങ്കിൽ ഇവിടെ ഫുൾ സോംബി ആയിരിക്കും. ടോർച്ച് എടുക്കുക. ബ്ലൂ കോൺക്രീറ്റിൻ്റെ ഒരു ആവശ്യമില്ല. കുരങ്ങന്മാരുടെ എനിക്ക് ഇതാരും പിടിച്ചാടിയിട്ട് എന്നാൽ ഞാൻ ഒന്നിത് ക്ലിയർ ആക്കട്ടെ. അതും വേണം. ബാക്കി ഒന്നും എനിക്ക് വേണ്ടാത്ത സാധനം. ഇത് മാത്രമേ എനിക്ക് വേണ്ട ആവശ്യം. ഇത് എടുത്ത് ചാടി വിട്ടിട്ട 2 സാധനം. ഓ ഞാൻ നേരത്തെ ബെഡ്റോക്ക് എടുത്തായിരുന്നില്ലേ ഗൈസ്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കുഞ്ഞു മനസ്സ്. ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റത്തില്ല. നോ സി. ടോർച്ച് ഇവിടെ ഉണ്ട് കേട്ടാ. അന്നെയാ പഠിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ നല്ല എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നു അല്ലേ. ഞാൻ കുറേ നാളായി കളിച്ചിട്ട്, അതുകൊണ്ടാണ് ഗൈസ്. ഞാൻ ഈ ഗെയിം ഡിലീറ്റ് ആക്കിയപ്പോൾ പിന്നെ ഗൈസ് എൻ്റെ സെക്കൻഡ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. ആരെങ്കിലും പോയി ചെയ്യുക ഗൈസ്. പേര് സ്വിരീത് കെ. ഇങ്ങനെയാണ് എൻ്റെ പേരിട്ട്. കാരണം എന്താണെന്ന് വെച്ചോ ഇങ്ങനെയാണ് ഗൈസ്. അതാണ് ഞാൻ പറയുന്ന. കേട്ടാൽ മതി നിങ്ങൾ. ഇതുവരെ ലൈക്കും സബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. എൻ്റെ മുത്തുമണികളല്ലേ, ചെയ്യൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനല്ല ഈ ഫെൻസ് വെച്ചേ, അത് അവന്മാരനെ വെച്ചാ. അതെങ്കിൽ ഒരു നന്ദി കാണിച്ചു. പക്ഷേ ഈ വീട് ഫുൾ അവന്മാരായിട്ട് ഉണ്ടാക്കി. ഈ ബ്ലൂ കോൺക്രീറ്റ് മാത്രം അവന്മാരുണ്ടാക്കിക്കുള്ളൂ. പ്ലാങ്ക് ഫുൾ വെച്ച ഞാനാ. എന്തൊരു വെയിറ്റ് ഗൈസ്, വെയിറ്റ് ഇൻ ടില്ലി. ഇതെന്താടാ ഇങ്ങനെ? ഓ എൻ്റെ മുന്നേ ഇപ്പം ചത്ത തന്നെ വെച്ചാടാ. ഞാൻ പേടിച്ചു പോയി ഗൈസ്. നമ്മളെ ഇന്ന് ഇവിടെ വെക്കാൻ പോകുന്നത് ഇവിടെയാണ് ഗൈസ്. നമുക്ക് ഇനിയും കുറേ സാധനമൊക്കെ വെക്കണം. എന്തൊക്കെ വെക്കണം എന്ന് എനിക്കൊരു പിടുത്തമില്ല. നമുക്ക് വെക്കേണ്ട സാധനമൊക്കെ വെച്ചിട്ട് കാണാം. അള്ളിയ ഇവനെപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ ടോർച്ച് വെച്ചാൽ നീയല്ല എൻ്റെ ചങ്ങായിമാരും കൂടെ വരത്തില്ല. കാരണം എന്താ അറിയോ, ഞാൻ ടോർച്ച് വെച്ച്. അപ്പോൾ സോംബികൾക്ക് ടോർച്ച് ഇഷ്ടമല്ല. അഥവാ ഈ ക്യാമറ ആറ്റ് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്നപ്പടിയും ഗൈസ്. അവിടെ നിൽക്കുന്ന ഇത് കാണുമല്ലോ. ഇപ്പം ഞെക്കുന്നുണ്ട് ഇവിടെ, വെറുതെ ഇങ്ങനെ ഞെക്കുന്നുണ്ട് ഗൈസ് ഞാൻ. അപ്പം നിങ്ങൾക്ക് ഇത് വരുന്നുണ്ടോ, ഒരു വെള്ള കുത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? നിങ്ങൾക്ക് എൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, കൈ പറ്റിച്ചില്ലേ? ഞാൻ ഈ ഫുള്ളില്ല ഓക്ക ചപ്പി തീ കൊണ്ട ഇത് കത്തൂലേ? അയ്യോ പൊട്ടിക്ക്. ടോർച്ചല്ലേ, കത്തൂലോ. ടോർച്ച് കത്തൂലേ. ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ പറയത്. നമുക്ക് വീട്ടിലെ ഫുൾ ടോർച്ച് കുത്തി വെക്കണം, അല്ലെങ്കിൽ മാക്കാച്ചി ജോംബി. ഓ പ്ലാങ്ക് കത്തൂലെല്ലാം കുറപ്പില്ല. കോൺക്രീറ്റ് അതുകൊണ്ട് എനിക്ക് ഇത്തിരി പേടിയില്ല. അവന്മാർ ഇത്രയും നന്ദി ചെയ്തില്ലേ. ഓരോരോ ബ്ലോക്ക് പൊട്ടിച്ചിട്ടാണ് ഗൈസ് ഇതൊക്കെ വെച്ചത്. നല്ല കാര്യം. കുറച്ച് പണിയെടുക്കണം അവന്മാരെ വീടൊക്കെ ഉണ്ട്. ഞാൻ അവന്മാരെ വീട് ഞാൻ ഒരു ദിവസം TNT വെച്ച് പൊട്ടിക്കുന്നുണ്ട്. ബോയ് വെച്ചു കഴിഞ്ഞു ഗൈസ്. കഴിഞ്ഞു. ഇവിടെ വെക്കാൻ പറ്റില്ല. അവിടെ ഓൾറെഡി ടോർച്ചില്ലേ, വെക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞു ഗൈസ്, ഫൈനലി കഴിഞ്ഞു. ഇനി ഇവനെ മാത്രം കൊന്നാൽ മാത്രം മതി. ഇനി നമുക്ക് അങ്ങനെ വലിയ ഇതിൽ കൊല്ലണ്ട. സോറി, എന്തായാലും ഞാൻ ഇനി മുതൽ ഡയമണ്ട് ആയിരിക്കും. നെതറൊരിക്കലും എടുക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നെതറൈറ്റ്. ഫുൾ ഡയമണ്ട് ആവർത്തി ഞാൻ ഫുൾ നെതറൈറ്റേ എടുക്കും. എന്താണ് എനിക്കെന്നെ കൊല്ലണോ? എനിക്ക് ഇങ്ങനെ ആക്കാൻ ഒരു പേടിയില്ല. ഞാൻ ഇപ്പം അമർത്തി പിടിക്കുന്നുണ്ട് ഗൈസ്.
കൊന്ന് എന്താ കിട്ടിയേ? എന്തോ ബോട്ടിലാണ് കിട്ടിയേ? ഒന്നും കിട്ടിയില്ലേ? 64 ഇറച്ചിയായി ഗൈസ് എൻ്റെ കയ്യിൽ. കൊന്നു കൊന്നു കൊന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സ്റ്റിക്ക് കിട്ടി ഗൈസ്. നല്ല മനുഷ്യൻ. ഓക്കെ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് നിൻ്റെ സെക്കൻഡ് പാർട്ടും കാരണം ഞാൻ ഇടുന്നതായിരിക്കും. ഇനി ഞാൻ നല്ല 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 വീഡിയോസ് ആയിരിക്കും. അതെല്ലാവർക്കും ബൈ ബൈ.